ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് എന്നെ ഇന്ന് ഉപയോഗിക്കട്ടെ. ഇന്നത്തെ എൻ്റെ വിഷയം യുദ്ധക്കളത്തിലേക്ക് പോകുക. കുറിവാക്യം മർക്കോസ് 14:38 യേശു ക്രിസ്തു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. 1996 മാർച്ച് ഒരു ദിവസം ജപ്പാനിൽ യോക്കോഹോമ റെയിൽവേ സ്റ്റേഷനിലെ വൈദ്യുത പ്രവാഹം പെട്ടെന്ന് നിലച്ചു. ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു. റെയിൽവേ ഗതാഗതം 1 മണിക്കൂർ നിശ്ചലമായി. ഒരു പ്രാണിയുടെ, ഏതോ ഒരു ജീവിയുടെ പുറകെ ഓടിയ പൂച്ച ഇലക്ട്രിക് വയറുകളുടെ ഇടയിൽപ്പെട്ട് വൈദ്യുത ബന്ധം തകരാറിലായതിനെ തുടർന്നായിരുന്നു ഇത്. കണ്ടുപിടിക്കാൻ 1 മണിക്കൂർ എടുത്തു. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് രാജാവ് അകലെ കുളിച്ചുകൊണ്ടിരുന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ടു, മോഹിച്ചു, വിളിച്ചു വരുത്തി പാപം ചെയ്തു. ദാവീദ് കൊലപാതകനായി മാറി. പാപത്തിൽ ഉണ്ടായ പൈതൽ മരിച്ചപ്പോൾ അവൻ്റെ ഭോഷത്വം അവൻ്റെ നേരെ നോക്കി പല്ലളിച്ചിരിക്കാം. ഏറെ നാൾ കഴിഞ്ഞ് ദാവീദിൻ്റെ മകൻ സ്വന്തം സഹോദരിയെ മലിനമാക്കി. അപ്പോൾ ദാവീദിൻ്റെ പാപം കുടുംബത്തെ എത്തിപ്പിടിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ മണ്ണുവാരി എറിഞ്ഞ് ശപിച്ചപ്പോൾ ദാവീദ് സ്വയം ചിന്തിച്ചിരിക്കാം, ഓ, ആ ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്യാതെ ഇരുന്നെങ്കിൽ. പിന്നീട് തൻ്റെ സ്വന്തം മകൻ അവനെ ഓടിച്ചപ്പോൾ അവൻ അന്നേരവും വിചാരിച്ചിരിക്കാം, എൻ്റെ പാപം എന്നെ പിന്തുടരുകയാണ്. അതെ, ദാവീദ് അങ്ങനെ ചിന്തിച്ചിരിക്കാം. പക്ഷെ സംഭവിച്ചത് മായ്ച്ചു കളയുവാൻ ദാവീദിന് കഴിഞ്ഞില്ല. അത് സംഭവിച്ചു കഴിഞ്ഞു. കുടുംബത്തിലുള്ളവരും ദേശവാസികളും അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചു. എന്നാൽ ദാവീദ് അനുതപിച്ചു. 51 സങ്കീർത്തനം. മാത്രമല്ല, അവൻ അതൊരിക്കലും ആവർത്തിച്ചില്ല കേട്ടോ. അവൻ രോഗിയായി, വാർദ്ധക്യത്തിലായി, കിടക്കയിൽ കിടന്ന് വിറയ്ക്കുകയാണ്. തണുക്കുന്നു ശരീരം. കമ്പിളി ഇട്ടിട്ടൊന്നും തണുപ്പ് മാറുന്നില്ല. അവർക്കറിയാമായിരുന്നു അവനൊരു ബലഹീനതയുണ്ട്. അതുകൊണ്ട് അവർ സുന്ദരിയായ കന്യകയായ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൂടെ കിടത്തി. അവൻ തൊട്ടില്ല കേട്ടോ. തെറ്റാർക്കും വരാം. യഹൂദന്മാരുടെ ഏറ്റവും സുപ്രസിദ്ധമായി എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, തെറ്റ് ചെയ്യുന്നതല്ല തെറ്റ് ആവർത്തിക്കുന്നതാണ് തെറ്റ്. ഞാൻ അല്പം വ്യത്യാസപ്പെടുത്തി ഇങ്ങനെ പറയാറുണ്ട്, തെറ്റ് ചെയ്യുന്നതല്ല തെറ്റിൽ നിന്ന് പഠിക്കാത്തതാണ് തെറ്റ്. അവിടെ തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. ദാവീദ് ആവർത്തിച്ചില്ല. നാം ചെയ്യുന്ന തെറ്റുകൾക്ക് ഞാനും നീയും മറ്റുള്ളവരും വലിയ വില കൊടുത്തേ മതിയാകുകയുള്ളൂ. അത് ചിലപ്പോൾ നാം കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ കൊടുക്കും, നമ്മുടെ കൊച്ചുമക്കൾ കൊടുക്കും. അത് സംഭവിക്കാതെ ഇരിക്കണമെങ്കിൽ പാപം ചെയ്യാതെ ഇരിക്കുക. ദാവീദിൻ്റെ തെറ്റിൻ്റെ തുടക്കം എന്തായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാത്തുമ്പോഴാണ് അവൻ്റെ നയനം പാപം കണ്ടത്. കൊട്ടാരത്തിൻ്റെ മുകളിൽ ഉലാത്തുന്നത് പാപമല്ല. എന്നാൽ ഈ സമയം യുദ്ധക്കളത്തിലായിരിക്കേണ്ടതിന് പകരം അവൻ കൊട്ടാരത്തിൻ്റെ മുകളിൽ കാറ്റും കൊണ്ട് നടക്കുകയായിരുന്നു. രാജാവ് ആദ്യം കണ്ടു, പിന്നെ മനസ്സുകൊണ്ട് കണ്ടു, ഒടുവിൽ പ്രവൃത്തിയിൽ പാപം ചെയ്തു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. കാറ്റിൽ വിതച്ചു, ചുഴലിക്കാറ്റായിട്ട് കൊയ്തു. ഫലമോ, അദ്ദേഹം കൊലപാതകിയായിട്ട് മാറി. ദൈവജനം എന്തുകൊണ്ടാണ് പാപം ചെയ്യുന്നത്? പ്രാർത്ഥിക്കാതെ സമയം പാഴാക്കിയാൽ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടാകും. വചനം അനുസരിക്കാതെ ജീവിച്ചാൽ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടാകും. ദാവീദ് കാണിച്ച മടയത്തരം കാണിക്കരുതേ. പ്രാർത്ഥന നടക്കുമ്പോൾ അതിൽ സംബന്ധിക്കാതെ ഇരിക്കരുതേ. പ്രാർത്ഥനകളിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുക. വചനം ആത്മാർത്ഥമായി വായിക്കുക. വചനം ആത്മാർത്ഥമായിട്ട് അനുസരിക്കുക. ഞങ്ങളുടെ പള്ളിക്കാരത് സമ്മതിക്കുന്നില്ലെന്ന് പറയരുത്. എൻ്റെ അപ്പച്ചൻ സമ്മതിക്കരുതെന്ന് പറയരുത്. പറയുന്നത് കേട്ടാട്ടെ. അവരെല്ലാവരും ശവക്കല്ലറ വരെ നിങ്ങളുടെ കൂടെ വരത്തുള്ളൂ. അതിനുശേഷം നീയും ദൈവവുമായിട്ട് മാത്രം. അവിടെ ദൈവം പറയുന്ന അനുസരിക്കുക. സാത്താനോട് യുദ്ധം ചെയ്യുക. പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് ചെന്ന് നോക്കൂ. താഴെ ഇരുന്ന് ആരാധിക്കുന്നവൻ ചെറുപ്പക്കാർക്ക് ആർക്കും മനസ്സില്ല. താഴെ ഇരിക്കാവുന്നവർ എന്തുകൊണ്ട് താഴെ ഇരിക്കുന്നില്ല? കസേരയിൽ ഇരിക്കുന്നതാണ് അവർക്കിഷ്ടം. അവിടെ കൈകൊട്ടി ആരാധിക്കുന്ന എത്ര ദാവീദുമാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും? ദൈവസന്നിധിയിൽ ഒന്ന് തുള്ളിച്ചാടി ആരാധിക്കുവാൻ ഇന്ന് എത്ര ദാവീദുമാരുണ്ട്? നീ യുദ്ധത്തിലായിരിക്കുക. സാത്താനെതിരായ യുദ്ധത്തിലായിരിക്കുന്ന ദാവീദുമാർ കുറഞ്ഞു വരുമ്പോൾ പാപം ചെയ്യുന്ന ദാവീദുമാരുടെ എണ്ണം കൂടുന്നു. ഞാനും നീയും പാപം കാണും. ചിന്തകൾ തലച്ചോറിൽ വട്ടമിട്ട് പറക്കും. പക്ഷേ അവയെ താലോലിക്കരുത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ ഭത്സിക്കുക. ദൈവിക ചിന്തകളെ കൊണ്ട് ഹൃദയം നിറയ്ക്കുക. ഞാൻ ദൈവത്തെ ആരാധിക്കും, പാപത്തെ വിട്ടൊഴിയും എന്ന ഉറച്ച തീരുമാനമെടുക്കുക. രക്ഷിക്കപ്പെടുന്നത് ഒരിക്കൽ, സമർപ്പണം കൂടെ.
നിങ്ങൾ ഇന്നായിരിക്കുന്നത് നിങ്ങൾ ഇന്നലെ അല്ല, മറ്റൊരു ദിവസം മുൻപുള്ള ദിവസങ്ങളിൽ എടുത്ത തീരുമാനത്തെ ആസ്പദമാക്കിയിരിക്കുന്നു. നിങ്ങൾ നാളെ എന്തായിരിക്കുമെന്ന് ഞാൻ പറയാം. അത് ഇന്നെടുക്കുന്ന നാളെ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ നാളത്തെ ദിവസം. അതുകൊണ്ട് പുത്തൻ തീരുമാനങ്ങൾ എടുക്കുമോ? പ്ലീസ് ഇന്ന് ഒരു പുത്തൻ തീരുമാനമെടുത്താലും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.